ആലപ്പുഴ നഗരസഭ UDF ഭരിക്കും. അക്കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. സ്വതന്ത്രനായി വിജയിച്ച ജോസ് ചെല്ലപ്പന്റെ പിന്തുണ UDFന് ലഭിക്കും. ആലപ്പുഴ നഗരസഭയുടെ മുന്നണികളുടെ ലീഡിംഗ് നില നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 22, 23 എന്ന നിലയിലാണ്. അപ്പോൾ 23 എന്ന നിലയിൽ ലീഡ് ചെയ്യുന്ന UDFനാണ് നിലവിൽ ഞങ്ങൾ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ജോസ് ചെല്ലപ്പന്റെ നിലപാട് എന്ത് എന്നുള്ളതാണ് നിർണായകമായത്. അപ്പോൾ ആ നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉപാധികളോടെയാണോ പിന്തുണ? അനുജ, തീർച്ചയായും ഉപാധികളോടെ തന്നെയാണ് പിന്തുണ. നേരത്തെ തന്നെ ഈ UDF 23, LDF 22 എന്നുള്ള നിലയിലായിരുന്നു കക്ഷിനില. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ആര് നഗരസഭ ഭരിക്കും എന്നുള്ള വലിയ ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. ഏറെ നാളുകളായി LDF ഭരിച്ചുകൊണ്ടിരുന്ന നഗരസഭയാണ്. അതാണ് ഇപ്പോൾ UDF ഈ ഒരു അട്ടിമറിയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്. ജോസ് ചെല്ലപ്പൻ നേരത്തെ തന്നെ UDFന് പിന്തുണ വേണമെങ്കിൽ ചില കാര്യങ്ങൾ നടപ്പാക്കണം എന്നുള്ള ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരുന്നു. അത് UDFന് മാത്രമല്ല LDFനും ആ ഡിമാൻഡ് നൽകിയിരുന്നു. ഒരു വികസന രേഖയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുധം. ആ വികസന രേഖ രണ്ട് മുന്നണികൾക്കും നൽകി. ഇതാര് നടപ്പാക്കുന്നു അവർക്ക് പിന്തുണ എന്നുള്ളതായിരുന്നു ജോസ് ചെല്ലപ്പൻ്റെ വാക്ക്. എന്തായാലും അത് UDF നടപ്പാക്കാം എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ആലപ്പുഴ നഗരത്തിൻ്റെ വികസനം അത് ഒന്നടങ്കം ഉൾക്കൊള്ളുന്ന ഒരു വികസന രേഖയാണ് UDF അംഗീകരിച്ചിരിക്കുന്നത്. അത് വരുന്ന 2.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാം എന്നുള്ളതാണ് വാഗ്ദാനം. മുനിസിപ്പൽ സ്റ്റേഡിയം അടക്കം നവീകരിക്കുന്ന അടക്കമുള്ള പദ്ധതികളാണ്. ഒപ്പം ലഹരിമുക്ത നഗരം അടക്കമുള്ള പദ്ധതികളാണ് അതിലുള്ളത്. എന്തായാലും അത് കൂടാതെ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം കൂടി ഈ സ്വതന്ത്രനായി വിജയിച്ച ജോസ് ചെല്ലപ്പന് UDF വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 26-ാം തീയതിക്കുള്ളിലാണ് ഇതിൻ്റെ അന്തിമ തീരുമാനം വരുന്നത്. എന്തായാലും UDF ഈ ആലപ്പുഴ നഗരസഭാ ഭരണം LDFിൽ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ളതാണ് മറ്റ് രാഷ്ട്രീയമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു വാർത്ത. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. UDF ആലപ്പുഴ നഗരസഭ ഭരിക്കും. അതിൽ നിർണായകമായത് ജോസ് ചെല്ലപ്പൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ നിലപാടാണ്. അദ്ദേഹം വിജയിച്ചിരുന്നു. ഇപ്പോൾ ഉപാധികളോടെ തന്നെ അദ്ദേഹം പിന്തുണയ്ക്കാൻ തീരുമാനമായിരിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന സ്ഥാനമാനങ്ങൾ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.